അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. സൂറത്തുൽ മാഇദയിലെ 57-58 ആയത്തുകൾ. അസത്യവിശ്വാസികളോടും കപടവിശ്വാസികളോടും സൗഹൃദം വേണ്ട എന്ന അള്ളാഹുവിൻ്റെ ഉത്തരവിനും പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിലപാടിനും ഉപോത്ബലകമായി തന്നെയാണ് ഈ ആയത്തുകൾ സംസാരിക്കുന്നത്. അവരോട് സൗഹൃദം വേണ്ട എന്ന് പറയുന്നതിന് കൃത്യമായി കാരണമുണ്ട്. സത്യവിശ്വാസികളുടെ സത്യപന്ഥാവിനെ, പരിശുദ്ധ ഇസ്ലാമിനെ കളിയാക്കുകയും പരിഹാസപാത്രമാക്കുകയും ചെയ്യുന്നവരാണവർ. സത്യവിശ്വാസികളുടെ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരത്തെപ്പോലും കളിയാക്കുന്നവരാണ് അവർ. അവരെക്കുറിച്ച് നമ്മൾ എടുക്കേണ്ട നിലപാട് അവരെ അവഗണിക്കുക എന്നുള്ളതാണ്. കാരണം അവർ ബുദ്ധിയില്ലാത്തവരാണ്. ഇതാണ് ഈ 2 ആയത്തുകൾ സംസാരിക്കുന്നതിൻ്റെ സാരം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുല്ലദീന തഖദൂ ദീനകും ഹുസ്വൻ വലഇബൻ മിനല്ലദീന ഊതുൽ കിതാബ് മിൻ ഖബ്ലികും വൽ കുഫാറ ഔലിയാ വത്തഖുല്ലാഹ ഇൻ കുൻതും മുഅ്മിനീൻ വഇദാ നാദൈതും ഇല സ്വലാത്തി ഇത്തഖദൂഹാ ഹുസ്വൻ വലഇബ ദാലിക ബിഅന്നഹും ഖൗമുൻ ലാ യഅഖിലൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തത്തഖിദൂ, നിങ്ങളാക്കരുത്, അല്ലദീന തഖദൂ ദീനക്കും, നിങ്ങളുടെ മതങ്ങളെ ആക്കിയവർ, എന്ത്, ഹുസ്വൻ വലഇബ, ഒരു പരിഹാസവും ഒരു കളിയുമാക്കിയ ആളുകളെ നിങ്ങളെന്താക്കരുത്, ഔലിയാ, നിങ്ങളുടെ രക്ഷാകർത്താക്കളാക്കരുത്. ആരാണവർ? മിനല്ലദീന ഊത്തുൽ കിതാബ്, ഈ സെമിറ്റിക് മതങ്ങളിലുള്ള യഹൂദി ക്രിസ്ത്യാനികൾ. മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പേ കിതാബ് നൽകപ്പെട്ടവർ. ആരാണെന്ന് പിന്നെ ഇനി പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ വൽ കുഫാറ, അസത്യവിശ്വാസികളെ നിങ്ങളാക്കരുത്, ഔലിയാ, രക്ഷാകർത്താക്കളാക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് വത്തഖുല്ലാഹ ഇൻ കുൻതും മുഅ്മിനീൻ, യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക. വഇദാ നാദൈതും ഇല സ്വലാത്ത്, അവരുടെ സ്വഭാവം ഇനി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ വിളിച്ചാൽ, അഥവാ നിങ്ങളുടെ നമസ്കാര സമയമായാൽ അവരതിനെ ഒരു ബാങ്ക് കേൾക്കുമ്പോഴൊക്കെ അവരതിങ്ങനെ കളിയാക്കും. ഇപ്പോൾ ഫ്രാൻസിലൊക്കെ ഉള്ള പോലെയുള്ള ഒരു രീതി, ക്രിസ്ത്യാനികളാണല്ലോ അവിടെ ഇസ്ലാമിനെ ഏറ്റവും വലിയ ശത്രുക്കളായി മാറിയിട്ടുള്ളത്. അപ്പോൾ അത് അന്നും ഇന്നുമൊക്കെ പ്രസക്തമായ ആയത്തുകളാണ്. നിങ്ങളൊരു പരക്കെ പ്രചാരം ലഭിച്ചൊരു വീഡിയോ കണ്ടു കാണും. പബ്ലിക്കിൽ മുസ്ലിങ്ങൾ നമസ്കരിക്കുമ്പോൾ അതിന് ഇടങ്കോലിട്ടുകൊണ്ട്, അതിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് കുറേ ആളുകൾ ക്രിസ്ത്യൻ വചനങ്ങൾ ചെല്ലുന്നത് വളരെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടൊരു വീഡിയോ കണ്ടായിരുന്നു. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് തന്നെ ദാലിക ബിഅന്നഹും ഖൗമുൻ ലാ യഅഖിലൂൻ, അവർക്ക് ബുദ്ധിയില്ല, അവർ ബുദ്ധിയില്ലാത്ത വിഭാഗമാണെന്ന് മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് വളരെ പ്രധാനമായി പറയാനുള്ളത് ഇതിൻ്റെ പശ്ചാത്തലമാണ്. ഈ 2 ആയത്തുകൾക്കും പശ്ചാത്തലമുണ്ട്. 2 ആയത്തുകൾക്കും പശ്ചാത്തലമുണ്ട്. ഒന്ന്, റുവിയ അന്ന റിഫാഅത്ത് ബിൻ സെയ്ദിൻ വസുവൈദ് ബിൻ അൽ ഹാരിസ് കാന ഖദ് അൽഹറൽ ഇസ്ലാം. ഈ 2 പേരും ഇസ്ലാം പരസ്യമായി പ്രഖ്യാപിച്ച ആളുകളായിരുന്നു. സുമ്മ നാഫഖ, പിന്നെ അവർ കപടവിശ്വാസികളായി. വകാന റിജാലും മിനൽ മുസ്ലിമീന യുവാദ്ദൂനഹുമാ, എന്നാൽ അവർ കപടവിശ്വാസികളാണെന്ന് അറിഞ്ഞിരിക്കെ തന്നെ ഇരുവരോടും സ്നേഹബന്ധം പുലർത്തിയിരുന്നു ചില മുസ്ലിമീങ്ങൾ. അപ്പോൾ അതിനു എതിർത്തുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് ഈ ആയത്ത്, ആദ്യത്തെ 57-ാമത്തെ ആയത്ത്. യാനി അന്ന ഇത്തിഖാദഹും ദീനക്കും ഹുസുവൻ വലഇബൻ ലാ യസിഹു അൻ യുഖാബല ബി ഇത്തിഖാദിക്കും ഇയ്യാഹും ഔലിയാ. അവരിങ്ങോട്ട് നമ്മുടെ മതത്തെ, ഇസ്ലാം മതത്തെ പരിഹാസപാത്രമാക്കുമ്പോൾ അതിനോട് പ്രതികരിക്കേണ്ട രീതി സ്നേഹത്തോടെയല്ല, മറിച്ച് വിദ്വേഷത്തോടു കൂടെയാണ്. ഇത്തിഖാദഹും ദീനവും ഹുസുവൻ വലഇബ, അവർ ദീനിനെ, പരിശുദ്ധ ഇസ്ലാമിനെ പരിഹാസമാക്കുന്നതിനെ ലാ യസിഹു അൻ യുഖാബല, അതിനോട് പ്രതികരിക്കുന്നത് ശരിയല്ല, ബിത്തിഖാദിക്കും, നിങ്ങൾ ആക്കുന്നത് വഴി, ഇയാഹും, അവരെ, ഔലിയാ, സ്നേഹിതരാക്കുക വഴി. അപ്പോൾ അവരെ സ്നേഹിതരാക്കിക്കൊണ്ടല്ല അതിനെ പ്രതികരിക്കേണ്ടത്. അതിൻ്റെയൊക്കെ സമയം എപ്പോഴോ കഴിഞ്ഞു. ബൽ യുഖാബലു ദാലിക ബിൽ ബഗ്ളാഇ വശനആനി വൽ മുനാബദ. ബഗ്ളാ ദേഷ്യമാണ്, ശനആന് വിദ്വേഷമാണ്, മുനാബദ ഇത് 2 വഴി ഉണ്ടാകുന്ന ഒരു ഫിറാഖാണ്, ഇഖ്തിലാഫാണ്. അപ്പോൾ അങ്ങനെയാണ് അതിനെ പ്രതികരിക്കേണ്ടത്. പിന്നെ മുസ്തഹ്സിഈങ്ങൾ, ആയത്ത് പറയുന്നത് വളരെ വ്യക്തമാണ്. ഈ ഇത്തഖദൂ ദീനക്കും ഹുസ്വൻ വലഇബൻ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന വിശദീകരണം തരുന്നുണ്ട്. ബി അഹ്ലിൽ കിതാബ്, അഹ്ലുൽ കിതാബാണ് അത് എന്നുള്ളത് മിനല്ലദീന ഊത്തുൽ കിതാബ എന്നുള്ളതിൽ വഴി വിശദീകരിക്കുന്നുണ്ട്.
പിന്നെ വൽ കുഫാരി, കുഫാർ എന്നുള്ളത് വഴി. അപ്പോൾ മിൻ കബലിക്കും വൽ കുഫാരി എന്നാണ് അങ്ങനെയാണെങ്കിൽ ഓതേണ്ടത്. ഓക്കെ. വഇൻകാന അഹ്ലുൽ കിതാബി മിനൽ കുഫാരി ഇത്ലാഖൻ ലിൽ കുഫാരി അൽ മുശ്രിക്കീന ഖാസ. സംഭവം അഹ്ലുൽ കിതാബും കുഫാരികളാണെങ്കിലും, ഓക്കെ, വഇൻകാന അഹ്ലുൽ കിതാബി മിനൽ കുഫാരി ഇത്ലാഖൻ ലിൽ കുഫാരി അൽ മുശ്രിക്കീന ഖാസ, പിന്നെ മുശ്രിക്കീങ്ങളെ ഒന്ന് പ്രത്യേകം പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ. വദ്ദലീലു അലൈഹി ഖിറാഅത്തു അബ്ദില്ല, ഇതിൻ്റെ മേൽ അറിയിക്കുന്നതാണ് അബ്ദുല്ല എന്നിവരെ ഓതിയിട്ടുണ്ട്. മിനല്ലദീന അശ്റകു എന്ന് പറയുന്നുണ്ട്. വൽ കുഫാറ മിനല്ലദീന അശ്റകു, അല്ലെങ്കിൽ വൽ കുഫാറ എന്നുള്ളതിൻ്റെ മുമ്പ് വമിനല്ലദീന അശ്റകു എന്ന് പറഞ്ഞുകൊണ്ടൊരായത്ത് ഒരു ഖിറാഅത്തുണ്ട്. അപ്പോൾ എങ്ങനെ ഓതുക? മിനല്ലദീന ഊത്തുൽ കിതാബ മിൻ കബലിക്കും വമിനല്ലദീന അശ്റകു, അഥവാ അങ്ങനെയാണ് ആരോധിയിട്ടുള്ളത്. കുഫാർ എന്നുള്ളതിൻ്റെ പകരം നമ്മുടെ അബ്ദില്ല എന്നുള്ള പേര്. വക്കുരി വൽ കുഫാറ എന്നും ഖിറാഅത്തുണ്ട്. ബിൻ നസ്ബി വൽ ജരി, കുഫാറ എന്നുണ്ട്, കുഫാരി എന്നുണ്ട്. വതഅലുദു ഖിറാഅത്തൽ ജരി, കുഫാരി എന്ന് ഓതുന്നതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഖിറാഅത്ത് ഉബയ്യ എന്നുള്ളവരുടെ ഖിറാഅത്ത്. വമിനൽ കുഫാരി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വൽ കുഫാരി എന്നല്ല, വമിനൽ കുഫാരി. ഇവിടെ ഒരു വമിന മീൻ എന്നുള്ളത് കൂടിയുണ്ട്. എന്തായാലും അങ്ങനെ ഓക്കെ ആണല്ലോ. അടുത്തത് വത്തഖുല്ലാഹ് മിൻ മുവാലാത്തിൽ കുഫാരി വഗൈരിഹിമ. ഇങ്ങനെ അസത്യവിശ്വാസികളോടും കപടവിശ്വാസികളോടും സ്നേഹബന്ധം പുലർത്തുന്നതിൽ നിങ്ങൾ തഖ്വയുള്ളവരാവുക. ഇൻ കുന്തും മുഅ്മിനീന ഹഖ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ. ലിഅന്നൽ ഈമാന ഹഖൻ യഅബ മുവാലാത അഅദാഇദ്ദീൻ, യഥാർത്ഥ വിശ്വാസം എന്നുള്ളത് ദീനിൻ്റെ ശത്രുക്കളെ അവരോട് സ്നേഹബന്ധം പുലർത്തുന്നതിൽ നിന്ന് നമ്മളെ തടയും. അടുത്തത് ഇത്തഖദൂഹ, അടുത്ത ആയത്തിലുള്ളതാണ്. ഇത്തഖദൂഹ എന്നുള്ളതിലെ ലമീർ എങ്ങോട്ടാണ് പോകുന്നത്? ആയത്ത് എന്താണ്? വൈദാ നാദൈതും ഇല സ്വലാത്തി ഇത്തഖദൂഹ, നിങ്ങൾ നിസ്കാരത്തിലേക്ക് വിളിച്ചാൽ അതിനെ അവരാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്താണ്? അത് ഒന്നുകിൽ നിസ്കാരം അല്ലെങ്കിൽ മുനാദാത്ത്. ഒന്നുകിൽ നിങ്ങളുടെ നിസ്കാരത്തെയാണ് അവർ കളിയാക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വിളിയെയാണ് അവർ കളിയാക്കുക, ആ ഒരു ആദാനിനെ. ഖീല, ഇനി അതിൻ്റെ പശ്ചാത്തലം പറയാം. കാന റജുലുൻ മിനൻ നസ്വാർ, ഒരു ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു. ബിൽ മദീന, മദീനയിൽ. ഇദാ സമി അൽ മുഅദ്ദിന യഖൂൽ, ഒരു മുഅദ്ദിന് ബാങ്ക് കൊടുക്കുമ്പോൾ അയാൾ പറയും, ബാങ്ക് കൊടുക്കുമ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് കേട്ടാൽ അയാൾ പറയും ഹുരിക്കൽ കാദിബു, ഈ നുണ പറയുന്നവന് ഒന്ന് കത്തി നശിച്ചെങ്കിൽ, കത്തി നശിക്കും എന്നർത്ഥത്തിൽ പറയുമായിരുന്നത്ര. അത് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളത് നുണയാണ് എന്നാണ് മൂപ്പര് പറഞ്ഞു വരുന്നത്. അയാൾ കത്തി നശിക്കട്ടെ എന്ന്. അങ്ങനെ ഒരു ദിവസം ദഖലത്ത് ഹാദിമുഹു, ഈ ക്രിസ്ത്യാനിയുടെ സേവകനായിരുന്ന മനുഷ്യൻ ഒരു ദിവസം ഇയാളുടെ വീട്ടിലേക്ക് വന്നത് ബിനാരി, ഒന്ന് കത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു തീപ്പെട്ടിക്കൊള്ളിയോ എന്തോ ഒരു വെളിച്ചമെടുത്തതാണ്. അങ്ങനെ എന്തായാലും അയാളുടെ സേവകൻ ഒരു ദിവസം വീട്ടിലേക്ക് വന്നത് ഒരു തീയുമായിട്ടാണ്. വഹുവന ഇമുൻ, അപ്പോൾ ഈ ആള് അഥവാ ഈ ക്രിസ്ത്യാനി കടന്നുറങ്ങായിരുന്നു. ഫത്തത്വായറത്ത് മിൻഹ ഷറാറത്തുൻ, ആ വെളിച്ചത്തിൽ നിന്ന്, ആ തീയിൽ നിന്ന് എന്തോ ഒരു സ്ഫുലിംഗം, ഒരു തീപ്പൊരി അങ്ങോട്ട് പാറി, അത് വീട്ടിലാകെ അങ്ങോട്ട് പരന്നു കത്തി. അങ്ങനെ അതിലല്ല ഈ ക്രിസ്ത്യാനിയാണ് കത്തി നശിച്ചത്. ഇയാൾ പറഞ്ഞത് ഹുരിക്കൽ കാദിബു, നുണ പറയുന്നവൻ കത്തി നശിക്കട്ടെ എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്നത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന സത്യമാണെന്നും ആ സത്യത്തെ നിഷേധിക്കുന്നവൻ നുണയനാണെന്നുമാണ്. അതുകൊണ്ടാണല്ലോ ആ പറഞ്ഞ ആൾ തന്നെ നശിച്ചു പോയത്. അപ്പോൾ ഇതാ നാദയിത്തും, അപ്പോൾ അതൊരു കഥയാണ്. ഇനി അടുത്തത് ഇതാ നാദയിത്തും എന്നാണ് ഖുർആൻ ഉപയോഗിച്ചത്. അതിലുണ്ട് ദലീലുൻ അലാ സുബൂത്തുൽ അദാനി ബിനസ്സുൽ കിതാബി, ബാങ്ക് കൊടുക്കുക എന്നുള്ളതിൻ്റെ ഹുക്മ് അത് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് കേവലം ഒരു ഉറക്കത്തിൽ മാത്രം കിട്ടിയ ഒരു വിളിയാളമല്ല. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അത് അതിൻ്റെ തെളിവെന്താണ്? ബാങ്ക് ഇസ്ലാമിലുണ്ട് എന്നുള്ളതിൻ്റെ തെളിവെന്താണ്? അത് ഉറക്കത്തിലൂടെ ഒരു സ്വഹാബിക്ക് കിട്ടി, റസൂൽ അംഗീകരിച്ചു എന്നുള്ളത് മാത്രമല്ല, ഖുർആനിൽ തന്നെയുണ്ട്. ഇദാ നാദൈതും ലാ യഅഖിലൂൻ, ആ കപട വിശ്വാസികളെ നിങ്ങൾ മുഖവിലക്കെടുക്കേണ്ട, അവർ ബുദ്ധിയില്ലാത്തവരാണ്. ലിഅന്ന ലഅബഹും വഹുസുവഹും മിൻ അഫ്ആലി സുഫഹാഇ വൽ ജഹല ഫകഅന്നഹു ലാ അഖ്ല ലഹും, അവർ പൊട്ടന്മാരാണ്, അവർക്ക് ബുദ്ധിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്.